ഇഡലിക്കോ അപ്പത്തിനോ അരച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലെ കിച്ചണിൽ ചെല്ലുമ്പോൾ ആദ്യം മാവ് ഒഴിച്ചു വെച്ചിരിക്കുന്ന പാത്രത്തിൻ്റെ അടപ്പ് തുറന്നു നോക്കാറുള്ള പതിവ് എനിക്കുണ്ട്. നന്നായി പതഞ്ഞ് പൊങ്ങി വന്നിട്ടുണ്ടെങ്കിൽ വലിയ സന്തോഷം തോന്നും. നിങ്ങളിങ്ങനെ ചെയ്യാറുണ്ടോ? കമൻറ്റ് ചെയ്യുമല്ലോ. അരി തലേ ദിവസം അരച്ച് വെക്കാതെ രാവിലെ അരച്ച് നല്ല സോഫ്റ്റായ പാലപ്പം എങ്ങനെ ഉണ്ടാക്കാം, അതാണ് ഇന്നത്തെ റെസിപ്പി. ഈ രീതി പലർക്കും അറിയാവുന്നതാണ്, എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഇത് ഷെയർ ചെയ്യുന്നു. ഇനി ഇത് തയ്യാറാക്കാനായിട്ട് 2 കപ്പ് പച്ചരി എടുക്കുക. പച്ചരി നന്നായിട്ട് കഴുകണം, കാരണം പിന്നീട് ഇത് കഴുകുന്നില്ല. നന്നായി കഴുകിയ പച്ചരി ഒരു അരിപ്പയിലേക്ക് ഇടുക. ഈ കഴുകിയ പച്ചരി കുതിർത്ത് വെക്കാനുള്ള പാത്രത്തിലേക്ക് മാറ്റുക. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത്, 1/2 കപ്പ് ചോറ്, 1/2 ടീസ്പൂണ് ഈസ്റ്റ്, 1 ടേബിൾ സ്പൂണ് പഞ്ചസാര ഇടുക. മധുരം താല്പര്യമുള്ളവർക്ക് 1 സ്പൂൺ കൂടി ചേർക്കാം. ഇനിയും ഇത് കുതിരാനായിട്ട് 2.5 കപ്പ് നോർമൽ വാട്ടറാണ് ഞാനിവിടെ ഒഴിക്കുന്നത്. വെള്ളം കൂടുതൽ ഒഴിക്കരുത്. വെള്ളം അരിയുടെ ലെവലിൽ നിന്നാൽ മതി. ഇനി വെള്ളം കൂടി ഒഴിച്ച ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കാം. വെള്ളവും തേങ്ങാവെള്ളവും കൂടെ ഒഴിച്ചാലും മതി. ഇളക്കിയ ഈ കൂട്ട് ഇനിയും ഇത് അടച്ചു വെക്കുക. രാവിലെ വേണം ഇതെടുത്ത് അരയ്ക്കാനായിട്ട്. രാവിലെ ഇത് തുറന്ന് നോക്കുക. എന്നിട്ട് ഒന്നുകൂടി നന്നായി ഇളക്കിയ ശേഷം 2 പ്രാവശ്യമായിട്ടോ 1 പ്രാവശ്യമായിട്ടോ നല്ല ഫൈനായിട്ടിത് അരച്ചെടുക്കണം. നമ്മളെല്ലാം കൂടി രാത്രിയിൽ അരച്ച് വെച്ചാൽ ചിലപ്പോൾ രാവിലെ ആകുമ്പോഴത്തേക്കും ഒത്തിരി പുളിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. ഈ മെത്തേഡിൽ അരച്ചെടുത്തുണ്ടാക്കിയാൽ അങ്ങനെ വരില്ല. അരച്ച മാവ് ഞാൻ വലിയൊരു പാത്രത്തിലോട്ട് ഒഴിക്കുന്നു. എന്നിട്ട് ഈ സമയം ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുന്നു. എന്നിട്ട് കൈ കൊണ്ട് നന്നായിട്ട് ഇളക്കുന്നു. വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ഈ സമയം ചേർക്കണം, പിന്നീട് ചേർക്കരുത്. ഞാൻ തലേദിവസം ഒഴിച്ച വെള്ളം കറക്റ്റ് ആയതുകൊണ്ട് ഇപ്പം മാവ് നല്ല കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതിനെയും അടച്ച് മാറ്റി വെക്കുക. ഈ മാവ് 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പാകത്തിന് കിട്ടും. ഈ സമയം നമുക്ക് അതിന് വേണ്ട കറികളൊക്കെ ഉണ്ടാക്കാം. 1 മണിക്കൂറിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയാലും കുഴപ്പമില്ല. ഇപ്പോൾ 1 മണിക്കൂറൊക്കെ കഴിഞ്ഞാണ് ഞാൻ എടുക്കുന്നത്. നല്ല സോഫ്റ്റായ മാവ്, നല്ല പതഞ്ഞ് വന്നിട്ടുണ്ട്. പാലപ്പം ഉണ്ടാക്കാനുള്ള നല്ല പരുവം. ഇനിയും ഇത് ചൂടായ അപ്പച്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം കറക്കിയെടുക്കുക. എന്നിട്ടിത് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ തുറന്ന് നോക്കുക. അരിയൊക്കെ മുരിഞ്ഞ് നടുവ് നല്ല സോഫ്റ്റായ പാലപ്പം റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ ബാക്കിയെല്ലാ പാലപ്പവും കൂടെ ചുട്ടെടുക്കുക. ആർക്കും എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന പാലപ്പം, ഫ്ലോപ്പ് ആകാത്ത അപ്പം. നമ്മൾ ചേർക്കുന്ന തേങ്ങ ഇളപ്പമാണെങ്കിൽ അപ്പത്തിന് കൂടുതൽ രുചിയും സോഫ്റ്റ്നെസ്സും കൂടും. തുടക്കക്കാർക്ക് പോലും പെട്ടെന്നുണ്ടാക്കാവുന്ന ഈ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു നല്ല റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം.